Welcome all, this is Reshma from Department of Computer Application, Government College, Kottayam. Last class നമ്മൾ പഠിച്ച ബൂളിയൻ മെട്രിക്സസ് എന്ന് പറയുന്ന ആ സെക്ഷൻ്റെ ആപ്ലിക്കേഷൻ ഇൻ പാത്ത് ഓഫ് എ റിലേഷൻ അത് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് പാർട്സ്, പാർട്ടുകളുടെ കോമ്പോസിഷൻ. നമ്മൾ പണ്ട് +2 ക്ലാസ്സുകളിൽ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് പാർട്സ് എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് pi1 be a path of length r from a to b in capital R. R എന്ന് പറയുന്ന റിലേഷനകത്ത് a എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും b എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കുള്ള സ്മോൾ ലെറ്റർ r ലെങ്ത് ഉള്ള ഒരു റിലേഷൻ ആണെന്നിരിക്കട്ടെ. pi1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് a x1 x2 etc xn-1 b and pi2 be a path of length s from b to c in r. R എന്ന് പറയുന്ന ഇതേ റിലേഷനകത്ത് b എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും c എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് s ലെങ്ത് ഉള്ളൊരു പാത്താണ് pi2 എന്നും ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ a path pi is a path from a to c of length r plus s in r. ആ എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാത്ത് നമുക്കുണ്ട്, ബിയിൽ നിന്നും സിയിലേക്ക് ഒരു പാത്ത് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ എയിൽ നിന്നും സിയിലേക്കുള്ളൊരു പാത്ത് ഓഫ് ലെങ്ത് ആർ പ്ലസ് അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പോസിഷൻ ഓഫ് പാർട്സ് pi1 ആൻഡ് pi2 എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ പൈ, ദാറ്റ് ഈസ് എ x1 x2 etc xn-1 b y1 y2 etc yn-1 c is a path from a to c of length r plus s in r. Here pi is called the composition of pi1 and pi2 in r. For example, ഇത് ഏതോ ഒരു റിലേഷൻ്റെ ഡയഗ്രാഫാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് 1ൽ നിന്നും 1 2 4 എന്ന് പറയുന്ന 1ൽ നിന്നും 4ലേക്കൊരു പാത്തുണ്ട്. ദാറ്റ് ഈസ് 1 2 4 വിച്ച് ഈസ് ഓഫ് ലെങ്ത് 2. ഇവിടെ ലെങ്ത് r എന്ന് പറയുന്നത് 2 ആണ്. എഗെയിൻ 4ൽ നിന്നും 3ലേക്ക് മറ്റൊതിനെ നമ്മൾ pi1 എന്ന് വിളിച്ചു, pi1. ആൻഡ് 4ൽ നിന്നും 3ലേക്ക് മറ്റൊരു പാത്തുണ്ട്, ദാറ്റ് ഈസ് pi2, that is 4 3, that is of length yes is equal to 1. So pi1 എന്ന് പറയുന്ന ഫസ്റ്റ് പാത്ത് 1 2 4 which is of length 2 and pi2 എന്ന് പറയുന്ന സെക്കൻഡ് പാത്ത് pi2 that is 4 3 which is of length 1. Therefore നമുക്ക് ഈ രണ്ട് പാർട്ടുകളുടെയും കോമ്പോസിഷനായിട്ട് പുതിയ പാർട്ടായ പൈയെ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് എങ്ങനെയാ? എവിടെ നിന്ന് എങ്ങോട്ട്? pi1 1ൽ നിന്നും 4ലേക്കായിരുന്നു, pi2 4ൽ നിന്നും 3ലേക്കായിരുന്നു. അപ്പോൾ 1ൽ നിന്ന് 3ലേക്ക് നമുക്കൊരു പാർട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് 1 2 4 3 and it will have length that is r plus s which is equal to 2 plus 1 that is 3. So ഇത്ര പറയുന്നുള്ളൂ. 1ൽ നിന്നും 4ലേക്ക് അല്ലെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിർത്തിയ ബിയിൽ നിന്നും സിയിലേക്ക് മറ്റൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാത്തുകളുടെയും കോമ്പോസിഷനായിട്ടൊരു പുതിയ പാത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫ്രം എ ടു സി and it will have a length such that length is equal to length of pi1 plus length of pi2. സോ അതാണ് കോമ്പോസിഷൻ ഓഫ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ കോമ്പോസിഷൻ ഓഫ് പാർട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചില പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം. അതപ്രകാരം ചെയ്യാൻ പറ്റും നോക്കാം. Let A is equal to set A B C D E and the relation R is defined in here such that set AA, AB, BC, CE, CD and D. A എന്ന് പറയുന്ന സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യപ്പെടുന്ന R എന്ന് പറയുന്ന റിലേഷൻ ഇപ്രകാരമാണ്. സെറ്റ് ഫോർ ഓൾഡ് പെയർ AA, AB, BC, CE, CD and D. We have to compute R square. അങ്ങനെയെങ്കിൽ ആർ സ്ക്വയർ എന്ന് പറയുന്ന പാത്ത്, അതായത് നമ്മൾ നേരത്തെ പഠിച്ച r⁻n എന്ന് പറയുന്ന പാത്തില്ലേ, n എലമെൻറ്റ് ഓഫ് n ആണെങ്കിൽ നമുക്ക് ഈ പാത്തുകൾ ഉപയോഗിച്ച് ഫർദർ റിലേഷൻസ് r⁻n കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. എന്താണ് r⁻n എന്ന് പറയുന്നത്? x r⁻n y എന്ന് പറഞ്ഞാൽ there exists a path of length n from x to y എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ അതുകൊണ്ടൊക്കെ തന്നെ r എന്ന റിലേഷൻ നമ്മൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് r സ്ക്വയർ എന്ന റിലേഷൻ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആർ സ്ക്വയർ എന്ന റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബൂളിയൻ മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് എപ്രകാരമാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം നമ്മൾ
റിലേഷൻ ഉണ്ടല്ലേ. അപ്പോൾ ബൂളിയൻ മെട്രിക്സ് ഉപയോഗിച്ച ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ റിലേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിട്ട് മാറ്റണം, മെട്രിക്സ് ആയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ഈ റിലേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മെട്രിക്സ് ഓഫ് റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ആ മെട്രിക്സ് നമ്മൾ എന്ത് എഴുതി, ഞാൻ എഴുതി. അതിനുശേഷം മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ is equal to matrix of R product matrix of R. സാധാരണ നമ്മൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മെട്രിക്സ് ഓഫ് ആർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ആർ, അവിടെ നമുക്ക് എന്താണ് സാധാരണ പ്രൊഡക്റ്റ് അല്ല, എന്താണ് ബൂളിയൻ പ്രോഡക്റ്റ് മെട്രിക്സ് ഓഫ് ആർ നമുക്ക് എടുക്കണം. സോ രണ്ട് മെട്രിക്സുകളും കൂടി എടുത്തിട്ട് അവയുടെ ആ മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ ഇൻറ്റു ആർ ആണ്. therefore മെട്രിക്സ് ഓഫ് ആർ ബൂളിയൻ പ്രോഡക്റ്റ് മെട്രിക്സ് ഓഫ് ആർ. അപ്പോൾ ഓരോ മെട്രിക്സ് ആ രണ്ട് മെട്രിക്സുകളെ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് തന്നെ രണ്ട് പ്രാവശ്യം എടുത്ത് കഴിഞ്ഞിട്ട് കറസ്പോണ്ടിങ് ബൂളിയൻ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടി, മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് ദ മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഒരു റിലേഷൻ്റെ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിലേഷൻ നമുക്കറിയാമല്ലോ. നമ്മൾ എന്ത് എഴുതുന്നു, മെട്രിക്സ് ഓഫ് ആർ സ്ക്വയർ കിട്ടിയ സ്ഥിതിക്ക് മെട്രിക്സ് ആർ സ്ക്വയർ എന്ന റിലേഷൻ ഏതാണ്, ഓരോ റോയെയും എവിടെ നിന്നങ്ങോട്ടുള്ള റിലേഷൻ ആണ്, എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ. therefore എ ബി സി ഡി ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. കോളം വൈസും എ ബി സി ഡി ഇ എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം 1 എന്ന് പറയുന്ന നമ്പർ വരുന്ന പൊസിഷനിലുള്ള റിലേഷൻസ് ഒക്കെ എടുത്തിടുന്നു. therefore ആർ സ്ക്വയർ ഇസ് ദ റിലേഷൻ സെറ്റ് ഓരുടെ പേർ എ ബി എ സി ബി ഡി ബി ഇ ആൻഡ് സി ഇ. സോ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ആർ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ. സോ നമ്മളിന്ന് കോമ്പോസിഷൻ ഓഫ് പാത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കോമ്പോസിഷൻ ഓഫ് പാത്ത് ഉപയോഗിച്ച് നമ്മൾ എപ്രകാരം ബൂളിയൻ മെട്രിസസ് ഉപയോഗിച്ച് നമ്മൾ എപ്രകാരം കോമ്പോസിഷൻ ഓഫ് പാത്തിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ചെയ്ത് എനിക്ക് ഹോംവർക്ക് സെമിനായിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.